ഹലോ. അപ്പം നമുക്കെല്ലാവർക്കും സ്വീറ്റ് ബേസിൽ അറിയാം അല്ലേ? സ്വീറ്റ് ബേസിൽ ഒരു മിൻറ്റ് ഫാമിലിയിൽ പെട്ടതാണ്. നമ്മൾ പാസ്റ്റ ഉണ്ടാക്കിയാലും സാലഡ് ഉണ്ടാക്കുമ്പോഴും സ്പെഗറ്റി അങ്ങനെ പല പല സാധനങ്ങൾ നമ്മളിടുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കുണ്ടായിരുന്ന ബേസിൽ തണുപ്പ് വന്നപ്പോൾ അത് പോയി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ അതിൻ്റെ സീഡ്സ് സേവ് ചെയ്ത് വെച്ചിരുന്നേ. ഇത് വേണ്ട, ഞാൻ ഒക്ടോബറിൽ ഇത് സേവ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ വർഷം ഞാനിത് പാകി ഇപ്പോൾ കുറേ ചുമ്മാ അതങ്ങ് വെതറുക ചെയ്ത് രണ്ടിനകത്തും കൂടെ കുറേ വെതറി. ഇപ്പോൾ ഇത് ഓവർ ക്രൗഡഡാണ്. ഞാനൊന്ന് ഡീക്ലട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പം കുറേ പാത്രത്തിലോട്ട് കുറേശ്ശെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ച് ഗ്രോ ചെയ്യുന്ന ഞാനൊരു വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിലിൻ്റെ അപ്ഡേറ്റ്. ഞാൻ സീഡ് ഇട്ട് ആദ്യം അത് ചെറുതായിട്ടൊന്ന് വളർന്നു. പിന്നെ ഞാനിത് റീപോർട്ട് ചെയ്ത് ഇത്രയും ചട്ടികളിൽ എനിക്കുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ നാമ്പ് നുള്ളാൻ തുടങ്ങി. ഞാൻ സാലഡ് ഉണ്ടാക്കുമ്പോഴും സ്പഗറ്റി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് നുള്ളി കൊടുത്ത് കഴിയുമ്പം അത് പിന്നെ അവിടെ നിന്ന് പൊട്ടിക്കിളുത്ത് വരും. നമ്മൾ കുറച്ച് ഇങ്ങനെ ഗ്രോത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ തുളസിയെ പോലെ തന്നെ അതിന് പൂക്കളുണ്ടായിട്ട് സീഡ് ഉണ്ടാവും. ആ സീഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ബേസിൽ പ്ലാന്റ് ആണ് എനിക്കുള്ളത്. ഇതെനിക്ക് ധാരാളമാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു, ഉള്ളത് ഡിവൈഡ് ചെയ്ത്. അപ്പം നിങ്ങൾക്കും ഇത് വീട്ടിലുണ്ടാക്കാം. ഓക്കെ, ബൈ ബൈ.